വീടില്ലാത്തവർക്ക് വീട് നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച PM ആവാസ് യോജനയുടെ രണ്ടാം ഘട്ടത്തിൽ കേരള സർക്കാർ ഒപ്പുവയ്ക്കാത്തത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ കേന്ദ്രവിഹിതമായി 150.94 കോടി രൂപയാണ് ഇതുവരെ നഗരസഭയ്ക്ക് ലഭിച്ചത്. എന്നാൽ PMAY രണ്ടാം ഘട്ടം കേരളത്തിൽ ഇതുവരെ നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല എന്നത് നിരാശാജനകമാണ്. നഗരത്തിലെ വീടില്ലാത്ത പാവപ്പെട്ടവർക്ക് വീട് നൽകുക എന്നത് നഗരസഭയുടെ സാമൂഹ്യ പ്രതിബദ്ധതയായി ഏറ്റെടുക്കുന്നു. അത് ഈ ബഡ്ജറ്റിൽ പാലിക്കുമെന്ന് ഉറപ്പു നൽകുകയാണ്. ഇതിനായി സ്വന്തം ഭവന പദ്ധതി പ്രഖ്യാപിക്കുകയാണ് തിരുവനന്തപുരം നഗരസഭ. അർഹരായ ഗുണഭോക്താക്കൾക്ക് വീട് നിർമ്മാണത്തിനായി മുഴുവൻ തുകയും തിരുവനന്തപുരം നഗരസഭ തന്നെ നൽകുന്നതാണ് ഈ പദ്ധതി. തിരുവനന്തപുരം നഗരത്തിന്റെ മുഖച്ഛായ മാറ്റുന്നതിൽ വലിയ പങ്ക് വഹിച്ചത് കേന്ദ്ര സർക്കാരിന്റെ അമൃത് പദ്ധതിയാണ്. നഗരത്തിലെ എല്ലാ വീടുകളിലും ശുദ്ധജലം എത്തിക്കുന്നതിനായി അമൃത് 1 പദ്ധതിയിൽ 120.80 കോടി രൂപയാണ് ഇതുവരെ വകയിരുത്തിയിട്ടുള്ളത്. സിവറേജ് പദ്ധതിയിൽ 208.16 കോടി രൂപയാണ് നമുക്കായി വകയിരുത്തിയിട്ടുള്ളത്. നഗരത്തിലെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനായി സ്റ്റോം വാട്ടർ ഡ്രെയിനേജ് പദ്ധതിയിൽ 47.26 കോടി രൂപയും നഗരത്തിലെ 3 ഇടങ്ങളിൽ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് നിർമ്മിക്കുന്നതിനായി 33 കോടി രൂപയും നഗരത്തിലെ പാർക്കുകളുടെ വികസനത്തിന് 5.85 കോടി രൂപയും അമൃത് 1-ൽ 415.07 കോടി രൂപയുമാണ് തിരുവനന്തപുരം നഗരസഭയ്ക്കായി കേന്ദ്ര സർക്കാർ നൽകിയത്. അമൃത് 2.0 പദ്ധതിയിൽ 273.01 കോടി രൂപയുടെ കുടിവെള്ള പദ്ധതികളാണ് തിരുവനന്തപുരത്ത് നടപ്പിലാക്കുന്നത്. സിവറേജ് 92.65 കോടി രൂപയും ജലാശയങ്ങൾ നവീകരിക്കുന്നതിന് 17.09 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്. അമൃത് 1, അമൃത് 2 പദ്ധതികളിലായി 797.82 കോടി രൂപയുടെ കേന്ദ്ര പദ്ധതികൾ ഈ നഗരത്തിൽ നടപ്പിലാക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. കൂടാതെ സ്മാർട്ട് സിറ്റി രണ്ടാം ഘട്ടമായ സിറ്റീസ് 2.0ൽ രാജ്യത്തെ തെരഞ്ഞെടുക്കപ്പെട്ട 18 നഗരങ്ങളിൽ ഒന്നാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. മേൽപ്പടി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഖരമാലിന്യ സംസ്കരണത്തിനും മറ്റുമായി 151 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ തിരുവനന്തപുരം കോർപ്പറേഷന് അനുവദിച്ചിട്ടുള്ളത്. ഇതിനു പുറമെ അനന്തപുരിയുടെ വികസനം വേഗത്തിലാക്കുന്നതിനും തൊഴിൽ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയാണ് കാലങ്ങളായി മുടങ്ങിക്കിടന്ന വിഴിഞ്ഞം തുറമുഖ പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. തിരുവനന്തപുരത്തെ ഗതാഗത സൗകര്യം വർദ്ധിപ്പിക്കുന്നതിന് യാഥാർത്ഥ്യമാക്കിയ കഴക്കൂട്ടം കാരോട് ദേശീയപാത പദ്ധതിയും പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ചരിത്രപരവും പവിത്രവുമായ പാരമ്പര്യം നിലനിർത്താനായി 100 കോടി രൂപ അനുവദിച്ച സ്വദേശി ദർശൻ പദ്ധതിയും പോലെ അനേകം കേന്ദ്ര പദ്ധതികൾ മോദി സർക്കാർ നഗരവികസനത്തിന്